പ്രധാനമായിട്ട് നീന്തൽ പഠിക്കുന്ന ഒരു മനുഷ്യനുള്ള ഗുണം എന്താണ്? പ്രധാനമായ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ജീവൻ രക്ഷപ്പെടാനും മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്താനും ഉതകുന്ന ഒരു സംഭവമാണ് സ്വിമ്മിങ്. അതിൽ സംശയമില്ല. പിന്നെ മറ്റുള്ള എക്സസൈസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 740 കിലോ കലോറി ഫാറ്റ് ബാൻ സംഭവിക്കുന്ന ഒരു എക്സസൈസാണ് 1 അവർ. തടി കുറയ്ക്കാൻ. അതെ അതെ അതെ. പേര് പറയും. മുനവർ. പേര് അഷ്റഫ്. പേരെന്താ? തല. മൊയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ കുറച്ച് സ്കില്ലുകൾ കാണാം അല്ലേ? ഓക്കെ. ഇവരുടെ വ്യത്യസ്തമായ കുറച്ച് സ്കില്ലുകൾ കാണാം. വാ, എക്സലന്റ്. സ്കില്ല് കാണാം. എക്സലന്റ്. അടുത്ത നെക്സ്റ്റ് സ്കില്ല് കാണാം. ഇതൊരു വ്യത്യസ്തമായതാണ്. എക്സലന്റ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡ് നീന്തൽ എങ്ങനെ പഠിക്കാം. ഇത് ഷറഫുദ്ദീൻ മാസ്റ്ററാണ്. ഷറഫുദ്ദീൻ മാസ്റ്ററോടാണ് നീന്തലിനെ കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് മുള്ളൂർക്കര പഞ്ചായത്തിലെ കണ്ടംകുളം എന്നറിയപ്പെടുന്ന കുളമാണ്. ഈ കുളത്തിലാണ് ഇന്ന് ഷറഫുദ്ദീൻ മാസ്റ്റർ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നീന്തലിന് എത്ര പ്രാധാന്യമുണ്ട്, നീന്തൽ പഠിച്ചാലുള്ള ഗുണമെന്ത് എന്നൊക്കെ ഷറഫുദ്ദീൻ മാസ്റ്റർ പറഞ്ഞു തരുന്നുണ്ട്. അതുമാത്രമല്ല, ഞാനവിടെ ചെന്നപ്പോൾ വളരെ കൗതുകമുള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. മനോഹരമായ സ്ഥലമാണ്. അതുമാത്രമല്ല, കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരുമുണ്ട്. മാസ്റ്റർ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാസ്റ്റർ പേരെന്താ? ഷറഫുദ്ദീൻ. നമുക്ക് നീന്തൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാവും. ചിലർക്ക് സിമ്പിളാന്ന് വിചാരിക്കും, ചിലർക്ക് വരാൻ പേടിയായിരിക്കും. അപ്പോൾ മാസ്റ്റർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആളുകളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഒരു രക്ഷിതാവ് ഒരു 3 മണിക്കൂർ മാക്സിമം 3 ദിവസം കുട്ടികൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പഠിക്കാനുള്ള ഒരു അവസരമാണ് രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുന്നത്. അതെ. ഒരുപാട് മരണങ്ങൾ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വിവരാവകാശ പ്രവർത്തകൻ 2023 വരെയുള്ള 6 വർഷത്തെ കണക്കുകളെ കുറിച്ച് ഗവൺമെന്റിനോട് ആധികാരികമായി ചോദിച്ചപ്പോൾ അതിന് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിഞ്ഞത് 13,000-ൽ പരം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. അത് 24-25 കണക്കുകളില്ല, 23 വരെയുള്ള കണക്കുകൾ. എത്രമാത്രം ആളുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ മരണപ്പെടുന്നതെന്ന് ഈ കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുകൾ മരണപ്പെടുന്നത്, അധിക കുട്ടികളും മരണം റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ബന്ധു വീട്ടിലേക്ക് അവർ വിരുന്നിന് പോവുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് അവരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി കാണുന്നത്. അതിലുപരിയായിട്ട് പിന്നെ ആളുകൾ ഒരു വേണ്ടത്ര സേഫ്റ്റി ഇല്ലാതെ കുട്ടികളും ഫാമിലിയായിട്ട് പോയിട്ട് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം നിലവിൽ കാണുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ കുട്ടികളെ സ്കൂൾ തലത്തിൽ തന്നെ ഈ സംവിധാനം ഒന്ന് ഒരുക്കണം എന്നാണ് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ നമുക്ക് പറയാനുള്ളൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണങ്ങൾ അത്രമാത്രം ഉണ്ട്. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ എത്ര മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളത്, നമ്മുടെ കുട്ടികളെ മാക്സിമം ഒരു 3 ദിവസം നമ്മൾ രക്ഷിതാക്കൾ അവരുടെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവരെ നല്ല രീതിയിൽ നീന്താൻ പറ്റുമായിരിക്കും. സ്വിമ്മിങ് അവർക്ക് പഠിക്കാൻ പറ്റും. കുട്ടിക്കുള്ളത് സമൂഹത്തിനോടുള്ള ഏറ്റവും വലിയൊരു കടമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി പഠിക്കുന്നതോടുകൂടി തന്നെ ആ കുട്ടി ആ പരിസര പ്രദേശങ്ങളിൽ എന്തെങ്കിലും അപകടത്തിൽ കാണുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം അതിലൂടെ. ശരിയാണ്. അതായത് സ്വയം രക്ഷിക്കാനും മറ്റവരെ രക്ഷിക്കാനും പറ്റും. നീന്തൽ പഠിക്കണമല്ലോ. അതെ. രാജീവ് ഗാന്ധി കൾച്ചറൽ സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 100 കുട്ടികൾക്ക് നമ്മൾ സൗജന്യമായിട്ടുള്ള നീന്തൽ പരിശീലനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മുഴുവൻ കുട്ടികളും പഠിച്ച് അവർ നല്ല രീതിയിൽ നീന്തുന്ന ഒരു സംവിധാനമാണ് ഒരുങ്ങിയത്. വേറൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അൻവൈ സുധീർ പറഞ്ഞൊരു കുട്ടി അമ്പലത്തേക്ക് തൊഴാൻ പോയിട്ട് വരുന്ന വഴിക്ക് 2 കുട്ടികൾ മുങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ട് ആ കുട്ടി അങ്ങനെ രക്ഷപ്പെടുത്തി, ആ കുട്ടികളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. ശിഷ്യനായിരുന്നു രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇതെന്തെന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു സന്തോഷം നൽകുന്ന ഒരു വാക്കായതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയാൻ കാരണം. നമ്മൾ പഠിച്ചൊരു കുട്ടി ഒരു ജീവൻ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. 4 വർഷമായിട്ട് കുട്ടികളെ ചെറിയ രീതിയിൽ നമ്മൾ പരിശീലിപ്പിച്ച് കൊണ്ടിരുന്നുണ്ട്. അത് 4 വയസ്സ് മുതൽ കുട്ടികൾ ഏകദേശം 60-65 വയസ്സ് വരെയുള്ള ആളുകൾ പഠിക്കാൻ കഴിയും. അത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്.
ഏകദേശം ഇപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? ഏകദേശം ഒരു ഇപ്പം നിലവിൽ ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ 2-3 മാസങ്ങളിൽ ഒരു 100-150 കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നീന്തൽ കാണാനും കുട്ടികളത് പഠിപ്പിക്കുന്നത് കാണണമെന്നും പ്രഷർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, ഇതിനെക്കുറിച്ച് അറിയാത്തവർ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്താണെന്ന് കാണിച്ചു കൊടുക്കും. അതിൻ്റെ ഫസ്റ്റ് A to Z ഘട്ടങ്ങൾ ഇപ്പം നമ്മുടെ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കും. നമുക്ക് കാണാൻ പറ്റുമോ? തീർച്ചയായും നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ. മാസ്റ്റർ ഇപ്പോൾ ഇത് ഏത് ഘട്ടമാണ്? ഇപ്പോൾ ഘട്ടം എന്തായിരിക്കും? ഫസ്റ്റ് ബബ്ലിംഗ് എന്ന് പറഞ്ഞ ഘട്ടമാണ്. അത് ഞങ്ങൾ ചെയ്ത് കാണിക്കാൻ കുട്ടികളെ ചെയ്യണം. വായിലൂടെ ബ്രീത്ത് എടുക്കുക, ബ്രീത്തിൻ്റെ മൂക്കിലൂടെ വിടുകയാണ്. ഫുൾ ബ്രീത്തിലാണ്. വായ കൂടെ ശ്വാസം എടുത്ത് മൂക്കിൽ കൂടെ ശ്വാസം വിടുകലാണ് ബബ്ലിംഗ് എന്ന ടെക്നോളജി. കുട്ടികളത് പരീക്ഷിച്ച് നോക്കുകയാണ്. അടുത്തതായിട്ട് ഫ്ലോട്ടിംഗ് ആണ്. കിക്ക് ബോർഡ് ഉപയോഗിക്കാം. ബാക്കിൽ കിക്ക് ബോർഡ് ഉണ്ട്, മറ്റുള്ള ബോർഡ്. ഫ്ലോട്ടിംഗ് എന്ന ടെക്നോളജിയാണ് നെക്സ്റ്റ് മാസ്റ്റർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ പുഷ് ചെയ്ത് കിക്ക് ചെയ്യരുത്. ഫ്ലോട്ടിംഗ് ഗോ. എന്താണ് സാർ? കിക്കിംഗ് ആണ്. കിക്കിംഗ് ഗോ. ഈ മൂവിങ്ങിൻ്റെ പേരാണ് കിക്കിംഗ്. ഇത് കഴിഞ്ഞാൽ അടുത്തത് കിക്കിംഗ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ കിക്കിംഗ് കഴിഞ്ഞാൽ പുള്ളിങ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിക്ക് ബോർഡ് മാറ്റിയതിനു ശേഷം നിങ്ങൾ ഫ്രീ സ്റ്റൈൽ രീതിയിൽ തന്നെ പഠിപ്പിച്ച രീതിയിൽ തന്നെ പുള്ളി ചെയ്ത് കിക്ക് ചെയ്ത് പുള്ളി ചെയ്ത് വരണം. ഹോൾഡ് ചെയ്ത് പുഷ് ചെയ്ത്. ഏകദേശം നീന്തലിൽ എത്ര ഘട്ടങ്ങളുണ്ട്? ഇത് പഠിക്കാൻ ഏകദേശം എത്ര സമയം വരും? മാക്സിമം 1 മണിക്കൂർ ഉണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. അതെ അല്ലേ? തീർച്ചയായിട്ടും. 4 ഘട്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബബ്ലിങ്, ഫ്ലോട്ടിങ്, കിക്കിങ്, പുള്ളിങ്, ഈ ഘട്ടങ്ങളുള്ളൂ 4 പ്രധാന ഘട്ടങ്ങൾ. നമ്മൾ 1 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഇത് സ്വായത്താക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. ഓക്കെ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.